ഈ സൈറ്റ് പാടം പോലൊരു പ്ലോട്ട് ആയതുകൊണ്ട് എക്സ്കവേഷന്റെ സമയത്ത് തന്നെ 2 അടി താഴ്ചയിൽ വെള്ളം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഹെവി ലോഡ് വരുന്ന ഒരു സ്ട്രക്ചറിലും 6 അടി താഴ്ചയിലാണ് എക്സ്കവേഷൻ ചെയ്തിട്ടുള്ളത്. ഹിറ്റാച്ചി ഉപയോഗിച്ചിട്ടാണ് എക്സ്കവേഷൻ സാരമായി ബാധിക്കാതിരിക്കാൻ ടയറുകൾ ഉപയോഗിച്ചിട്ട് ടയറുകൾ ആദ്യം തന്നെ ഫൗണ്ടേഷനിൽ പ്ലേസ് ചെയ്തിട്ട് ടയറിന് മുകളിലേക്കാണ് RCC ബെൽറ്റിന്റെ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം സോയിൽ ഫില്ലിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡാം പ്രൂഫ് കോഴ്സ് ചെയ്തിട്ടാണ് സോയിൽ ഫില്ലിംഗ് ചെയ്തിട്ടുള്ളത്. പലതരത്തിലുള്ള ഫൗണ്ടേഷൻസ് നമ്മൾ കാണാറുണ്ടല്ലേ. കരിങ്കല്ല് ഉപയോഗിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ വെട്ടുകല്ല് ഉപയോഗിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ കോളം ഫൂട്ടിങ്, അതല്ലെങ്കിൽ പൈൽ ഫൗണ്ടേഷൻ, എന്നിങ്ങനെ പലതരത്തിലുള്ള ഫൗണ്ടേഷൻ നമ്മൾ കാണാറുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത് കരിങ്കല്ല് ഉപയോഗിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ വെട്ടുകല്ല് ഉപയോഗിച്ചിട്ടുള്ള ഫൗണ്ടേഷൻസ്. സൈറ്റുകളിൽ ഏത് തരത്തിലുള്ള ഫൗണ്ടേഷൻസ് ആണെന്ന് തീരുമാനിക്കുന്നത് ആ സൈറ്റിലെ മണ്ണിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൈറ്റുകളാണെന്നുണ്ടെങ്കിൽ സോയിൽ ടെസ്റ്റ് പോലുള്ള മെത്തേഡ്സിലേക്കൊക്കെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന മിക്ക പ്രൊജക്റ്റുകളിലും ഒരു സ്ട്രക്ചർ എഞ്ചിനീയറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. സ്ട്രക്ചർ എഞ്ചിനീയർ ഭാഗത്തു നിന്നുള്ള സ്ട്രക്ചർ ഡിസൈൻ പ്രകാരമാണ് നമ്മൾ ഫൗണ്ടേഷൻ വർക്കുകളായാലും മറ്റു വർക്കുകളായാലും ഒക്കെ മുന്നോട്ട് പോകാറുള്ളത്. പാടം അല്ലെങ്കിൽ നിലം പോലുള്ള പ്ലോട്ടുകളിൽ ഫൗണ്ടേഷൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. വെൽക്കം ടു ഹോം വോയേജസ്. അതായിട്ട് ഡിസ്ക്ലൈമർ എന്ന രൂപത്തിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലോട്ട് ഇതേപോലുള്ള പാടം അല്ലെങ്കിൽ നിലം പോലുള്ള ഒരു പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ അനുകരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഫൗണ്ടേഷൻ വർക്കുകൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരു എഞ്ചിനീയറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഇൻട്രോഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സൈറ്റിലും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സൈറ്റ് ഒരു വാട്ടർ ലോഗ്ഡ് സൈറ്റും കൂടാതെ ഹെവി സ്ട്രക്ചർ ആയതുകൊണ്ടും സാധാരണ കണ്ടുവരാറുള്ള കരിങ്കല്ലിന്റെ ഫൗണ്ടേഷനിൽ നിന്നും വ്യത്യസ്തമായി പൈലിംഗ്, ഫൂട്ടിംഗ് എന്നിവയില്ലാത്ത രീതിയിലുള്ള ഒരു മെത്തേഡിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മുമ്പ് പറഞ്ഞ പോലെ ഈ സൈറ്റ് പാടം പോലൊരു പ്ലോട്ട് ആയതുകൊണ്ട് എക്സ്കവേഷന്റെ സമയത്ത് തന്നെ 2 അടി താഴ്ചയിൽ വെള്ളം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഹെവി ലോഡ് വരുന്ന ഒരു സ്ട്രക്ചറിന് ഈ വാട്ടർ ലോഗ്ഡ് ആയിട്ടുള്ള പ്ലോട്ടിൽ അതിനെ താങ്ങി നിർത്താനാവുന്ന വളരെ സ്ട്രെങ്ത് ഉള്ളൊരു ഫൗണ്ടേഷൻ നിർമ്മിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒന്ന് തന്നെ ആയിരുന്നു. ഈ ഒരു സൈറ്റ് മഴക്കാലത്ത് വെള്ളം ഉയരാൻ സാധ്യതയുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ റോഡ് ലെവലിൽ നിന്നും ഏകദേശം 1.5 അടി ഉയർത്തിയിട്ടാണ് നമ്മൾ ബേസ്മെന്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് എക്സ്കവേഷൻ വർക്കുകളാണ്. 1 മീറ്റർ വീതിയിലും 6 അടി താഴ്ചയിലാണ് എക്സ്കവേഷൻ ചെയ്തിട്ടുള്ളത്. ഹിറ്റാച്ചി ഉപയോഗിച്ചിട്ടാണ് എക്സ്കവേഷൻ വർക്കുകൾ ചെയ്തെടുത്തിട്ടുള്ളത്. എക്സ്കവേഷൻ ഏകദേശം 2 അടി താഴ്ചയിൽ എത്തിയ സമയത്ത് തന്നെ വെള്ളം ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്കവേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ കോറി വേസ്റ്റ് കൂടി ഫില്ല് ചെയ്തിട്ടാണ് എക്സ്കവേഷൻ വർക്കുകൾ പൂർത്തിയാക്കിയത്. കോറി വേസ്റ്റ് ഫില്ല് ചെയ്തത് ലെയറുകളായിട്ടാണ്. ആദ്യം ഒരു ലെയർ ഇട്ട് ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് കോമ്പാക്ട് ചെയ്തിട്ടാണ് അടുത്ത ലെയർ ഇട്ടിട്ട് ബാക്കി കോമ്പാക്ട് ചെയ്തത്. ഇതിനുശേഷം 6 ഇഞ്ച് കനത്തിലുള്ള ഒരു RCC ബെൽറ്റ് ആണ് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 80 സെന്റിമീറ്റർ വീതിയിലാണ് RCC ബെൽറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. അതിന് മുകളിലാണ് RR മേസണറി വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ഈ കരിങ്കല്ലുകൾ മുന്നേയുള്ള ബെൽറ്റിനെ സാരമായി ബാധിക്കാതിരിക്കാൻ ടയറുകൾ ഉപയോഗിച്ചിട്ട് ടയറുകൾ ആദ്യം തന്നെ ഫൗണ്ടേഷനിൽ പ്ലേസ് ചെയ്തിട്ട് ടയറിന് മുകളിലേക്കാണ് കരിങ്കല്ല് നമ്മൾ കൊണ്ട് ഇട്ടിട്ടുള്ളത്.
ലെയറുകളായിട്ടാണ് കരിങ്കല്ല് വർക്കുകൾ ചെയ്തെടുത്തിട്ടുള്ളത്. ആവശ്യമായ സ്ഥലങ്ങളിൽ നമ്മൾ കോളംസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷന് മുകളിലായിട്ടാണ് കോളംസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്ലാനിൽ പല ഏരിയകളിലായിട്ട് കോളംസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാം. നമ്മൾ അത്യാവശ്യം വലിയ ഓപ്പണിങ്സ് വരുന്ന ഏരിയകളിൽ ബീമുകൾ വേണ്ടി വരും. ബീമുകൾ താങ്ങി നിർത്താനായിട്ടാണ് കോളംസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. RCC ബെൽറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം സോയിൽ ഫില്ലിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡാം പ്രൂഫ് കോഴ്സ് ചെയ്തിട്ടാണ് സോയിൽ ഫില്ലിംഗ് ചെയ്തിട്ടുള്ളത്. സോയിൽ ഫില്ലിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ടും ലൈക്കായിട്ടും രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് മുഹമ്മദ് അൻസാർ സൈനിങ് ഔട്ട്.